ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. നല്ല മുളകിട്ട സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്ലോപ്പി റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പുഴയിലും കായലിലും കുളത്തിലൊക്കെ കിട്ടാവുന്ന ടിലാപ്പിയ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ്? അതിനൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. തുടർന്ന് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ കുറച്ച് സ്ലോപ്പി ഫിഷ് എടുത്തിട്ടുണ്ട്. പിടിച്ചതുകൊണ്ട് തന്നെ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ചിലർക്കൊക്കെ ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ആ പുറംതൊലി ഒന്ന് മാറ്റിയെടുക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് മാറ്റിയെടുക്കാം. അല്ലാത്തവർക്ക് പുറംതൊലിയോട് തന്നെ പൊരിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇറച്ചി മസാല അത് ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിന് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് നമുക്കിതിനെ കൈ വെച്ച് ഒന്ന് നമുക്കത് കുഴച്ചെടുക്കാം. ഇതിലൊരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുഴങ്ങി വരാനായിട്ടുള്ള വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം അതൊരു ലൂസായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ അത് നന്നായിട്ടൊന്ന് അതിലേക്ക് പിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അതിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീനുകളായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് പറ്റുന്ന രീതിക്ക്. ഇപ്പോൾ മീനിൻ്റെ തല വേണ്ടാത്തവർക്ക് തല നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ തലയൊന്ന് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്ത് പൊരിച്ചെടുക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മീനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 5ഓളം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഒരു 30 മിനിറ്റോളം മാറ്റി വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പിടിക്കുന്നത് വരെ 30 മിനിറ്റ് വേണ്ടി വരും. സോ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ പൊരിക്കാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1-2 കറിവേപ്പില തണ്ട് നമുക്കിതിലേക്ക് വച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മീൻ കറിവേപ്പില ഇല്ലെങ്കിൽ അടി പിടിച്ച് അതൊന്ന് ഇളകി വരാത്ത രീതിയാവും. മറ്റേ ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് മറിച്ചിടാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഇതായി വരുന്ന നേരത്ത് നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതും വലുതും വലിപ്പത്തിലുള്ള മീനുകളാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഒരല്പം നേരം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരുപാടുള്ളത് കൊണ്ട് ഞാനിവിടെ 2 പാനുകളിലായിട്ട് വച്ചാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ ഒരു വശം വെന്തതായിട്ട് കാണുന്നുണ്ട്, ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചെറിയ മീനായതുകൊണ്ട് തന്നെ. നിങ്ങൾ എടുക്കുന്ന മീൻ വലുതാണെങ്കിൽ ഇത് നന്നായിട്ട് ഈസി ആയിട്ട് നമുക്കിത് മറിച്ചിടാൻ പറ്റുന്നതാണ്. നമ്മൾ മറിച്ചിട്ട് കൊടുത്ത മറു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ചോറിനൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ ഈസിയുമാണ്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോയിലേക്കാണ്. എല്ലാവർക്കും ടാറ്റാ.